السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയം, അല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഖീദയാണ്, വിശ്വാസമാണ്. ഈ വിശ്വാസ കാര്യങ്ങളിൽ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, അവൻ്റെ പേരുകളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്. അതുപോലെ ഇസ്ലാമിലെ നേരായ പാതയിൽ എന്നും നിലകൊള്ളുന്ന വിജയിച്ച കക്ഷിയും വഴിപിഴച്ചുപോയ കക്ഷികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മുസ്ലിമീങ്ങളിൽ പലരും വഴിതെറ്റിപ്പോയ, യഥാർത്ഥ പാതയിൽ നിന്ന് കുതറിപ്പോയ വിഷയങ്ങളും അതിലെ ശരിയായ നിലപാടും, ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട, എന്നാൽ അത് ചുരുങ്ങിയ രൂപത്തിൽ മനോഹരമായി വിവരിക്കപ്പെട്ട ഗ്രന്ഥമാണ്, റിസാലയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള അൽ അഖീദത്തു അൽ വാസിത്തിയ്യ എന്ന ഗ്രന്ഥം. റബ്ബിൻ്റെ തൗഫീഖിനാൽ, അവൻ്റെ അനുഗ്രഹത്താൽ ഈ റിസാലയാണ് ഈ മജ്ലിസുകളിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പഠനവും ഇരുത്തവും ഒത്തുചേരലുമെല്ലാം അവൻ്റെ വജ്ഹിനു വേണ്ടി മാത്രമായിരിക്കാൻ നമുക്ക് തൗഫീഖേകുമാറാകട്ടെ. ഇത് പൂർത്തീകരിക്കാനും അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിലായി ജീവിച്ചു മരിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖേകുമാറാകട്ടെ. ഈ ദർസിൻ്റെ ഒരാമുഖമാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മജ്ലിസിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിവരിക്കുന്നത്. ഒന്ന്, മുഅല്ലിഫിനെ കുറിച്ച്, ഇത് എഴുതിയ മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഒരു ചുരുങ്ങിയ ചരിത്രം. രണ്ടാമത്തേത് മുഅല്ലഫിനെ കുറിച്ച്, അഥവാ അദ്ദേഹം എഴുതിയ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന റിസാലയെക്കുറിച്ച്, അതിലെന്താണുള്ളത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിഹ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ അഹ്മദ് ഇബ്ൻ അബ്ദുൽ ഹലീം ഇബ്ൻ അബ്ദുസ്സലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബുൽ അബ്ബാസ് എന്നാണ്. അബുൽ അബ്ബാസ് എന്നാണ് കുനിയത്ത്. കുനിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. കുനിയത്ത് വിളിക്കുക, അത് പതിവുള്ള
നാടുകളാണ് എങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അറബികൾക്കിടയിൽ പഴയകാലം മുതലേ പ്രചാരത്തിലുള്ള കാര്യമാണ് കുനിയ എന്ന്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബുൽ ഖാസിം എന്ന് കുനിയത്തുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് അവരുടെ പേരിന് പുറമെ നാട്ടിൽ അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു കുനിയത്ത് വിളിക്കുക നല്ല കാര്യമാണ്. അതിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടി വലുതായി ഇങ്ങനെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഏതാണോ കുനിയത്ത് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു മക്കൾ ഒക്കെ ഉണ്ടാകുന്ന കാലം വരെ ജീവിക്കുമെന്ന തഫാഉൽ അഥവാ ശുഭപ്രതീക്ഷ അതിനുണ്ട്. മറ്റൊരു പ്രയോജനം, കുട്ടികളിൽ ഒരു ഉത്തരവാദിത്ത ബോധവും ഒരു ഗൗരവമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കും. കാരണം അത് മുതിർന്ന ആളെപ്പോലെ സൂചിപ്പിക്കുന്നതാണത്. ഒരു ആളുടെ പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കുനിയത്ത് വന്നാൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ അത് സഹായിക്കും. അത് വളരെ നല്ല കാര്യമാണ്. എപ്പോഴും സുഖലോലുപതയിലും കുട്ടിത്തത്തിലും കഴിയുന്നതിനേക്കാൾ കുട്ടികൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യമാണ് ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങൾ അറിയുക, ഉത്തരവാദിത്ത ബോധമുണ്ടാവുക എന്നത്. നമ്മുടെ മുൻഗാമികൾ പലരും അങ്ങനെയായിരുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ ചെറിയ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ മഹാന്മാരായ സഹാബത്തിനെ നമുക്ക് കാണാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുമ്പോൾ തന്നെ 30-35 അങ്ങനെ 40-ൽ താഴെയുള്ള പ്രായമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ ഔസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ്. സഅദ് ഇസ്ലാം സ്വീകരിച്ചാൽ ആ ഗോത്രം ഒന്നാകെ ഇസ്ലാം സ്വീകരിക്കും എന്നായിരുന്നു അവിടെ പറയപ്പെട്ടിരുന്നത്, വളരെ ചെറിയ പ്രായത്തിൽ. സുബ്ഹാനല്ലാഹ്. അതുപോലെ കുട്ടികൾക്ക് കുനിയത്ത് വിളിക്കുന്നതിൻ്റെ മറ്റൊരു നന്മയാണ്, അതിൻ്റെ സൽഫലങ്ങളിലൊന്നാണ് മോശമായ ഇരട്ടപ്പേര് വരാതിരിക്കുമെന്നത്. കാരണം ഈ പേരിൽ അറിയപ്പെട്ട് കഴിഞ്ഞു. മോശമായ പേരുകൾ അതിന് പുറമെ വിളിക്കാനുള്ള സാധ്യത അടയുകയാണ്. ഇങ്ങനെയെല്ലാം കുനിയത്തിന് ധാരാളം നന്മകളുണ്ട്. കുനിയത്ത് അത് വിളിക്കണമെങ്കിൽ ആ പേരിലൊരു കുട്ടി ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് വിളിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസിൻ്റെ അനുജനായ ചെറിയ കുട്ടിയെ യാ അബാ ഉമൈർ എന്ന് വിളിച്ചിരുന്നു. യാ അബാ ഉമൈർ, അബു ഉമൈർ എന്ന് ചെറിയ കുട്ടിയെ വിളിച്ചിരുന്നു. അപ്പോൾ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കുനിയത്താണ് അബുൽ അബ്ബാസ്. ഇബ്നു തൈമിയ്യക്ക് മക്കളുണ്ടായിട്ടില്ല, അദ്ദേഹം വിവാഹിതനായിരുന്നില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തഖിയുദ്ദീൻ അതിന് ലഖബ് എന്ന് പറയും, അഥവാ ചില സ്ഥാനപ്പേരുകൾ ആളുകൾ പണ്ഡിതന്മാരെയും മറ്റും വിളിക്കാറുണ്ട്. അതിനൊന്നാണ് തഖിയുദ്ദീൻ. അഹ്മദ് ഇബ്ൻ അബ്ദുൽ ഹലീം ഇബ്ൻ അബ്ദുസ്സലാം ഇബ്ൻ തൈമിയ്യ. ഇബ്ൻ തൈമിയ്യ എന്നത് ആ കുടുംബം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ്. ആലു തൈമിയ്യ എന്നവരറിയപ്പെട്ടിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ 5ാമത്തെ പിതാമഹൻ്റെ ഉമ്മയുടെ പേരായിരുന്നു തൈമിയ. അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരിൽ 5ാമത്തെ ആളുടെ ഉമ്മയുടെ പേരായിരുന്നു തൈമിയ. അത് സ്ത്രീയുടെ പേരാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ സ്ത്രീകളിലേക്ക് ഇബിൻ എന്ന് പേര് ചേർത്ത് ആളുകൾ പറയപ്പെടാറുണ്ട്. അസ്ൽ എന്താണ്, അടിസ്ഥാന നിയമം എന്താണ്? പിതാവിലേക്ക് ചേർത്ത് പറയുക എന്നതാണ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഉദ്ഉഹും ലി അബാഇഹിം. സൂറത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ പിതാവാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് എന്നെല്ലാം പറഞ്ഞ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ്, ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു ഉദ്ഉഹും ലി ആബാഇഹിം, നിങ്ങൾ അവരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അടിസ്ഥാന നിയമം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആളുകൾ ഉമ്മമാരിലേക്ക് ചേർത്ത് വിളിക്കപ്പെടാറുണ്ട്. പൊതുവേ അങ്ങനെ ചെയ്യാതിരിക്കലാണ് രീതി. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആളുകൾ അങ്ങനെ അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? ചിലപ്പോൾ നന്മകളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ചില സ്ത്രീകൾ വളരെ നന്മകൾക്ക് അറിയപ്പെട്ടാൽ അവരിലേക്ക് ചേർത്തി വിളിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് സൈനബ് റളിയല്ലാഹു അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രിയാണ്. നബിയുടെ ഭാര്യയുടെ മകൾ ഒരു സൈനബ് ഉണ്ടായിരുന്നു. അവരെ വിളിക്കാറുണ്ട് സൈനബ് ബിൻറ്റ് ഉമ്മി സലമ. സൈനബ് ബിൻറ്റ് ഉമ്മി സലമ, ഉമ്മു സലമയുടെ മകൾ സൈനബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സൈനബ് ഉണ്ട്. 2 ഭാര്യമാരുടെ പേര് സൈനബ് എന്തായിരുന്നു? സൈനബ് ബിൻറ്റ് ഖുസൈമ, അതുപോലെ സൈനബ് ബിൻറ്റ് ജഹ്ഷ്. സൈനബ് ബിൻറ്റ് ഖുസൈമ, അതുപോലെ സൈനബ് ബിൻറ്റ് ജഹ്ഷ്. സൈനബ് ബിൻറ്റ് ഖുസൈമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ട ഭാര്യയാണ്. സൈനബ് ബിൻറ്റ് ജഹ്ഷ് ആകട്ടെ നബിയുടെ വഫാത്തിന് ശേഷം ജീവിച്ചിട്ടുണ്ട്. നബിയുടെ ഭാര്യയുടെ മക്കൾ ഒരു സൈനബുണ്ട്, സഹാബി വനിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബത്ത് കൂടിയാണ്. നബിയുടെ ഭാര്യയുടെ മകൾ നബിയുടെ വീട്ടിൽ വളർന്ന കുട്ടിയാണ്. അവരെ സൈനബ് ബിൻറ്റ് ഉമ്മി സലമ എന്ന് വിളിക്കാറുണ്ട്, സൈനബ് ബിൻറ്റ് അബി സലമ എന്ന് പറയാതെ. എന്തുകൊണ്ടാണത്? കാരണം ഉമ്മയ്ക്ക് എന്ത് ശ്രേഷ്ഠതയുണ്ട്? ഉമ്മുൽ മുഅ്മിനീൻ എന്ന ശ്രേഷ്ഠതയുണ്ട്. മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഉമ്മയാണ് എന്നതുകൊണ്ട്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ചില നന്മകൾ കൊണ്ട്, ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളിലേക്ക് മക്കളെ ചേർത്ത് വിളിക്കപ്പെടാറുണ്ട്. അങ്ങനെ തൈമിയയിലേക്ക് ഈ കുടുംബം വിളിക്കപ്പെട്ടിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുല്ലാഹ് ജനിച്ചത് ഒരു ഇൽമിൻ്റെ ബെയ്ത്തിലാണ്, അഥവാ ഒരു പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹനുമെല്ലാം പണ്ഡിതന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ ഹലീം ഷിഹാബുദ്ദീൻ എന്നറിയപ്പെട്ട ആളാണ്. ഷിഹാബുദ്ദീൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ, ഉപ്പയുടെ ഉപ്പ അബ്ദുസ്സലാം, അദ്ദേഹം അബുൽ ബറക്കാത്ത് മജിദുദ്ദീൻ ഇബ്ൻ തൈമിയ എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന് കിതാബുകളുണ്ട്, ഫിഖ്ഹിൽ വളരെ അറിയപ്പെട്ട കിതാബുകൾ അദ്ദേഹത്തിന് ഉണ്ട്. ആർക്ക്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയയുടെ പിതാമഹന് അബുൽ ബറക്കാത്ത് മജിദുദ്ദീൻ ഇബ്ൻ തൈമിയ. അദ്ദേഹത്തെ നമ്മൾ ഈ സാധാരണ പറയാറുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഇബ്ൻ തൈമിയ അൽ ജദ് എന്ന് പറയാറുണ്ട്. പിതാമഹനായ ഇബ്ൻ തൈമിയ എന്ന് പ്രത്യേകം പറയും. എന്തിനു വേണ്ടി? സാധാരണ കൂടുതൽ പ്രസിദ്ധനായ, കൂടുതൽ കിതാബുകളുടെ ഗ്രന്ഥകർത്താവായി നമ്മൾ ഈ പഠിക്കുന്ന വാസത്തിയ എഴുതിയ ഇബ്ൻ തൈമിയയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി. അദ്ദേഹം ഇബ്ൻ തൈമിയാണ്, മജിദുദ്ദീൻ അബുൽ ബറക്കാത്ത് ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ്. ഫിഖ്ഹിൽ ഗ്രന്ഥങ്ങളുള്ള വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ശരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ വാസത്തിയയുടെ ഗ്രന്ഥകർത്താവായ ഇബ്ൻ തൈമിയ ജനിച്ചത് ഹറാൻ എന്ന നാട്ടിലാണ്. ഹറാൻ എന്ന നാട്ടിൽ, ഷാമിൽ, ഷാമിലേക്ക് അദ്ദേഹം കുടുംബവുമായി ഹിജറ വന്നതാണ്. ജനിച്ചത് ഹറാൻ എന്ന നാട്ടിലാണ്. ഹിജറ 661 ഷെയ്ഖുൽ ഇസ്ലാം ജനിക്കുന്നത്. ഹിജറ 661, അതായത് 7-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ. ഹിജറ 661 എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ നൂറ്റാണ്ടാണ്? 7-ാമത്തെ നൂറ്റാണ്ടാണ്. അങ്ങനെയാണ് എണ്ണുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ വർഷം, 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം, അത് 1-ാമത്തെ നൂറ്റാണ്ടാണ് ആണല്ലോ എണ്ണുക. 100 വരെ 1-ാമത്തെ നൂറ്റാണ്ടാണ് എണ്ണുക. അതുകൊണ്ട് 100 മുതൽ 200 വരെ 110, 120, 130 ഒക്കെ എത്രാമത്തെ നൂറ്റാണ്ടായിരിക്കും? ഹിജറ 2-ാമത്തെ നൂറ്റാണ്ട്. ഹിജറ 661 എന്ന് പറഞ്ഞാൽ അത് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ, അങ്ങനെയാണ് പറയുക. എന്ന് വന്നാൽ നമ്മൾ ഈ ജീവിക്കുന്ന ഹിജറ എത്രാമത്തെ നൂറ്റാണ്ടായിരിക്കും? 15-ാമത്തെ നൂറ്റാണ്ട്. കാരണം ഇത് 1400 മുതൽ 1500 വരെയുള്ള കാലഘട്ടമാണ്. അതിന് 15-ാമത്തെ നൂറ്റാണ്ടെന്ന് പറയും. ഹിജറ 661 ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ ഹറാനിൽ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആ നാട്ടിൽ നിന്ന് ഷാമിലേക്ക് ഹിജറ പോവുകയുണ്ടായി. ഷാമിലേക്ക് അവർ അവരുടെ ദീനുമായി പലായനം ചെയ്യേണ്ടി വന്നു. എന്ത് കാരണത്താൽ? താർത്താരികൾ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചിരുന്ന വളരെ പ്രയാസകരമായ ഒരു കാലമായിരുന്നു അത്. താർത്താരികൾ, അതുപോലെ മുഗളന്മാർ, അവരുടെ പൂർവ്വപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നില്ല. മുഗളന്മാരുടെ പൂർവ്വപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നില്ല. അവർ എന്നു മാത്രമല്ല, മുസ്ലിം ലോകത്തെ കഠിനമായി ദ്രോഹിക്കുകയും അവരുടെ നാടുകൾ കീഴടക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തവരായിരുന്നു. പിന്നീട് അത്ഭുതകരമായ ആളുകൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. മുഗളന്മാരുടെ ചരിത്രം അതാണ്. യഥാർത്ഥത്തിൽ അവരുടെ പൂർവികർ ഇസ്ലാമിൻ്റെ കഠിന വിരോധികളായിരുന്നു. മുസ്ലിം നാടുകൾ തകർത്തെറിഞ്ഞവരായിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ പിന്നീട് അവർക്ക് ഹിദായത്ത് നൽകി. സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. ഈ കാലത്ത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരിൽ കഠിനമായ ശത്രുതയോടെ ജീവിക്കുന്ന ആളുകളെ ചിലപ്പോൾ അള്ളാഹു നാളെ അവർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം.
അള്ളാഹു അവർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് അവൻ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നീക്കി നന്മ വരുത്തുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്താണ് അവൻ്റെ നടപടിക്രമം, അവൻ തീരുമാനിച്ചത് എന്താണ് എന്ന് നമുക്കറിയില്ല. അവൻ്റെ ഏത് തീരുമാനത്തിനു പിന്നിലും ഹിക്മത്തുണ്ട്. നോക്കൂ, ഈ തർത്താരികളുടെ ആക്രമണം കാരണത്താൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കുടുംബം ഷാമിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം നന്മക്ക്, ജീവിത വിശുദ്ധിക്ക് അറിയപ്പെട്ട ആളായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കൂർമ്മ ബുദ്ധിക്ക്, അതുപോലെ അതിവേഗം ഹിഫ്ളാക്കുന്നതിൽ, അതിവേഗം മനഃപ്പാടമാക്കുന്നതിൽ, ഇതിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിഫ്ൾ, അത് വളരെ മനഃപ്പാടം വളരെ ശക്തമായിരുന്നു. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതിൽ അത്ഭുതകരമായ ആഴത്തിലുള്ള ഹിഫ്ൾ ഷെയ്ഖുൽ ഇസ്ലാമിന് ഉണ്ടായിരുന്നു. വലിയ ബൃഹത്തായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ കൺമുന്നിൽ പ്രദർശിപ്പിച്ചു വച്ചതുപോലെ അദ്ദേഹത്തിന് ഹിഫ്ൾ ഉണ്ടായിരുന്നു എന്നാണ്. കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയുന്നത് പോലെ അദ്ദേഹം ബൃഹത്തായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഇമാം അഹ്മദിൻ്റെ മുസ്നദ് പോലെ 10,000 അതിലുമധികം ഹദീസുകളുള്ള ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം വേറിട്ട് നിന്ന മഹത്തരമായ മറ്റൊരു കാര്യമാണ് അഇമ്മത്തിൻ്റെ, മുൻഗാമികളായ ഇമാമുമാരുടെ വാക്കുകൾ. സഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ, 4 ഇമാമിങ്ങളുടെ, ആ കാലഘട്ടത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ അപൂർവമായ തുല്യതയില്ലാത്ത ഹിഫ്ളും ഫഹ്മും, അത് മനഃപ്പാടമാക്കുകയും അത് മനസ്സിലാക്കുകയും അവരുടെ വാക്കിൻ്റെ ഉദ്ദേശം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം. എങ്ങനെയാണത് മനസ്സിലാവുക? ഒരു പണ്ഡിതൻ്റെ വാക്കുകൾ അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, തെറ്റായി അത് ഇങ്ങനെ മനസ്സിലാക്കി പോകരുത് എന്നൊരാൾക്ക് എപ്പോഴാണ് കൂടുതൽ വ്യക്തമാവുക? അത് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം വായിക്കുകയും അല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും വായിക്കുകയും അത് ഇസ്തിഖ്റാ നടത്തുകയും ആവർത്തിച്ചത് വായിക്കുകയും ചെയ്താലാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അത് ഏതൊരാളുടെ കാര്യത്തിലും അങ്ങനെയാണ്. മനസ്സിലായി? ഒരു പണ്ഡിതൻ്റെ വാക്ക് അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. തെറ്റായ ആളുകൾ മനസ്സിലാക്കുമ്പോൾ പൊതുവേ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാറില്ലേ നിങ്ങൾ? ഇതെപ്പോഴാണ് ലഭിക്കുക? ഒന്ന്, അദ്ദേഹം പറഞ്ഞ ആദ്യ ഭാഗവും അവസാന ഭാഗം, അദ്ദേഹത്തിൻ്റെ എല്ലായിടത്തുള്ള വാക്കുകളും അതിൻ്റെ സന്ദർഭവും മനസ്സിലാക്കുക. അതുപോലെ ഇസ്തിഖ്റാ, വീണ്ടും വീണ്ടും വായിക്കുക. ഇതിലൂടെയാണ് ഒരാൾക്ക് ഒരു വ്യക്തിയുടെ ആണെങ്കിൽ പോലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം ശരിക്കും മനസ്സിലാവുക. ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് മുൻഗാമികളുടെ, സഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ വാക്കുകൾ തുല്യതയില്ലാത്ത രൂപത്തിൽ മനഃപ്പാടമാക്കുകയും അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. പിൽക്കാലക്കാരായ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ച് നിർത്തിയ കാര്യം ഇതായിരുന്നു. നോക്കൂ, ഇതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കിതാബുകളും വിഷയങ്ങൾക്ക് അദ്ദേഹം തെളിവ് പിടിച്ച രീതിയും ഇതിന് സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും തൊട്ടുശേഷം വന്നവരും അതിനുശേഷം വന്നവരുമായ അറിവിൽ വേരുറച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, നീതിമാന്മാരായ പണ്ഡിതന്മാർ, അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായിരുന്ന പണ്ഡിതന്മാർ പോലും ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധിയും അതുപോലെ ആഴത്തിലുള്ള അഗാധമായ വിജ്ഞാനവും അതിന് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അതിൽ ചിലത് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അബുൽ ഹജ്ജാജ് അൽ മിസ്സി റഹിമഹുല്ലാ ഹദീസ് വിജ്ഞാനീയത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന പണ്ഡിതനാണ് അബുൽ ഹജ്ജാജ് അൽ മിസ്സി. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, മാ റഅയ്തു മിസ്ലഹ്, ഇബ്നു തൈമിയ്യ പോലെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വലാ റഅ ഹുവ മിസ്ല നഫ്സിഹ്, ഇബ്നു തൈമിയ്യ പോലെ ഒരാളെ കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ
വേറെ കണ്ടിരിക്കുകയില്ല. വമാ റഅയ്തു അഹദൻ അഅലമ ബികിതാബില്ലാഹ് വസുന്നതി റസൂലിഹി വലാ അത്ബഅ ലഹുമാ മിൻഹു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ അള്ളാഹുവിൻ്റെ കിതാബിലും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അറിവുള്ള, ആ കിതാബും സുന്നത്തും പിൻപറ്റുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ ഇത് നോക്കൂ, ഏതെങ്കിലും ലോകപരിചയമില്ലാത്തവരോ അറിവിൽ കുറച്ചാളുകൾ മാത്രം പരിചയമുള്ളവരോ ആയ ഒരാളല്ല ഈ പറയുന്നത്. അബുൽ ഹജ്ജാജ് അൽ മിസ്സി റഹിമഹുല്ലാ അദ്ദേഹമാണ് ഈ പറയുന്നത്. അതുപോലെ ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു. ദഹബി ഇതുപോലെ നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തൊട്ട് സഹാബത്തിൻ്റെ താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളുടെ ഇമാം ദഹബിയുടെ കാലത്ത് തന്നെ ജീവിച്ച ആളുകളുടെ എല്ലാം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള, അവരെക്കുറിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള, അതിനുവേണ്ടി വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ഇമാം ദഹബി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. താരിഖുൽ ഇസ്ലാം, അതുപോലെ സിയറു അഅലാമിൻ നുബല. പണ്ഡിതന്മാർ ആ കിതാബിനെ കുറിച്ച് പറയാറുണ്ട്, അത് തുല്ലാബുൽ ഇൽം, ദീൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിമ്മത്ത്, അവരുടെ പഠിക്കാനുള്ള ഉന്മേഷവും പഠിക്കാനുള്ള താല്പര്യവും അതിലുള്ള പരിശ്രമവുമൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഈ കിതാബൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ അത് ആകാശം മുട്ടെ ഉയരും എന്നാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കഴിക്കാറുള്ള മധുരമൂറുന്ന ഒരു മധുരപദാർത്ഥം കഴിക്കുന്നത് പോലെ എന്താണ് ഒരാൾക്ക് അത് കഴിക്കുമ്പോൾ തോന്നുന്ന സന്തോഷവും അതുപോലെ നല്ല രസവും ഒരാൾക്ക് അതിൽ അനുഭവപ്പെടും. കേവലം വിശപ്പടക്കാൻ കഴിക്കുന്നതല്ല എന്നതുപോലെ കേവലം വിജ്ഞാനീയങ്ങൾ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വായന പോലെയല്ല സീറു അലാമിൻ നുബല ഒരാൾ വായിച്ചാൽ. മറിച്ച് അത് സുബ്ഹാനല്ലാഹ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ, അവരുടെ ചരിത്രത്തിലെ മനോഹരമായ രംഗങ്ങളിൽ നമ്മെ കൊണ്ടുപോയി നിർത്തും ആ കിതാബ്. അവരുടെ വാക്കുകൾ, അവരുടെ ചരിത്രങ്ങൾ, അവർ നേരിട്ട കാര്യങ്ങൾ, അവരുടെ ജീവിതം, ഇതാണ് സീറു അലാമിൻ നുബലയിലുള്ള. അത് എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഇമാം അദ്ദഹബി റഹിമഹുല്ലാ. അദ്ദേഹം നോക്കൂ, എത്ര പേരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച ആളാണ്. ആ ഇമാം ദഹബി പറയുകയാണ് ഇബ്നു തൈമിയ്യയെ കുറിച്ച്, യസ്ദുഖു അലൈഹി അൻ യുഖാൽ കുല്ലു ഹദീസിൻ ലാ യഅരിഫുഹു ഇബ്നു തൈമിയ്യ ഫലൈസ ബിഹദീസ് വലാകിന്നൽ ഇഹാതത ലില്ലാഹ്. അദ്ദേഹത്തെക്കുറിച്ച്, ഇബ്നു തൈമിയ്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകും. എന്ത്? ഇബ്നു തൈമിയ്യ അറിയാത്തൊരു ഹദീസല്ല. ഇബ്നു തൈമിയ്യ ഒരു ഹദീസിനെ കുറിച്ച് അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഹദീസല്ല എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. ആര് പറയും? ഇമാം ദഹബി പറയും. കാരണം അത്രയും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലാകിന്നൽ ഇഹാതത ലില്ലാഹ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇഹാത, സകലതും അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതവിടെ തൊട്ട് ശേഷം പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ പുകഴ്ത്തിയിട്ടുള്ള മഹാനായ ആലിമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ വിജ്ഞാനീയങ്ങളിൽ ഒട്ടനവധി അതിലെ ഫന്നുകളിൽ അഥവാ ഓരോ വിജ്ഞാന ശാഖകളിൽ അദ്ദേഹത്തിൻ്റെ അറിവിൽ പണ്ഡിതന്മാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു വിജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹം തഫ്സീർ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഹദീസിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭാഷയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടാൽ ഒരാൾക്ക് തോന്നിപ്പോകും ഇദ്ദേഹം ഇതിലാണ് മുതഖസ്സിസ്, ഇതിൽ ആഴത്തിൽ വിജ്ഞാനം നേടിയിട്ടുള്ള, ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്, ഇദ്ദേഹത്തിന് ഇതേ അറിയൂ എന്ന് തോന്നിപ്പോകും. അതായത് ഇദ്ദേഹം ഇത് പഠിക്കാനാണ് ജീവിതം ചെലവഴിച്ചത് എന്ന് അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും ഏത് വിഷയത്തെക്കുറിച്ച് എഴുതിയാലും ആളുകൾക്ക് തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്, അഹ്ലുസുന്നത്തിൻ്റെ അഖീദയെക്കുറിച്ച്, ഈ യഥാർത്ഥ മൻഹജിനെ കുറിച്ച് മാത്രമല്ല എതിരാളികളെ മൻഹജിനെ കുറിച്ചും അദ്ദേഹത്തിന് ഇതുപോലെ അറിവുണ്ടായിരുന്നു എന്നാണ്, എതിരാളികളുടെ മൻഹജിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് മറുപടി പറയുമ്പോൾ ഒരു ഇന്ന മദ്ഹബ് സ്വീകരിച്ച ഒരാൾ, ഇപ്പോൾ മുഅ്തസിലിയാക്കളുടെ വഴിപിഴച്ച മദ്ഹബ് സ്വീകരിച്ച ഒരാൾ, അല്ലെങ്കിൽ ഷീഈകളുടെ
പിഴച്ച മദ്ഹബ് സ്വീകരിച്ച ഒരാൾ, അല്ലെങ്കിൽ ഇൽമുൽ കലാമിൻ്റെ ഗ്രീക്ക് ഫൽസഫയിൽ നിന്ന് കടം കൊണ്ട അങ്ങനെയുള്ള തത്വശാസ്ത്രത്തിൻ്റെ വഴി സ്വീകരിച്ച ഒരാൾ ആ മദ്ഹബിനെ കുറിച്ച് അയാൾക്കറിയുന്നതിനേക്കാളും ഷെയ്ഖുൽ ഇസ്ലാമിന് അറിയുണ്ടാവും എന്നാണ് അതേക്കുറിച്ച് സംസാരിച്ചാൽ. അയാൾ തൻ്റെ മദ്ഹബിനെ കുറിച്ച് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അല്ല നിങ്ങളുടെ മദ്ഹബ് ഇതാണ് എന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഇൽമും ദക്കാവും അറിവും ഈ ബുദ്ധിയും മാത്രം സമ്മേളിച്ച പണ്ഡിതനായിരുന്നില്ല. ചില പണ്ഡിതന്മാർ പറയാറുള്ളതുപോലെ ദക്കാ കൊണ്ട് മാത്രം കാര്യമില്ല, ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെയോ സക്കാ കൂടി വേണം. ശുദ്ധി, പരിശുദ്ധി, അള്ളാഹു നൽകുന്ന വിശുദ്ധി, ഹിദായത്ത് അതുകൂടി വേണം. അതല്ല എങ്കിൽ എത്രയോ ബുദ്ധിമാന്മാരായ കൂർമ്മ ബുദ്ധി ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, പിഴച്ചു പോയിട്ടുണ്ട്. ബുദ്ധിയും സാമർഥ്യവും അറിവും മാത്രം പോരാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹിദായത്തിൽ നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ സ്വീകരിക്കാനും ഈമാൻ ഹൃദയത്തിൽ ഏറ്റവും ഭംഗിയോടെ നിലനിൽക്കാനും ഭാഗ്യം ലഭിച്ചവരെ കുറിച്ച് പറഞ്ഞതെന്താ? വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈമാനിനോട് പ്രിയം തന്നത്. വസയ്യനഹു ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ സീനത്തോടെ വെച്ചത് റബ്ബാണ്. വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് വെറുപ്പ് ആക്കി തന്നത് അള്ളാഹുവാണ്. എന്തിനോട്? വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിനോട്, അള്ളാഹുവിനോടുള്ള ധിക്കാരത്തോട്, തിന്മയോടൊക്കെ വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ തന്നത് റബ്ബാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. ഫദ്ലൻ മിനല്ലാഹി വ നിഅമ വല്ലാഹു അലീമുൻ ഹകീം. ഇതൊക്കെ അള്ളാഹു നൽകിയത് ഫദ്ലൻ, റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടാണ്, വ നിഅമ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ സാമർഥ്യമോ നിങ്ങളുടെ അവകാശമോ ആയിരുന്നില്ല, അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. റബ്ബാണ് അവനെ സുജൂദ് ചെയ്യുന്നവരിൽ നിന്നെ ഉൾപ്പെടുത്തിയത്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരു കുരിശിനു മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നവനാക്കി നിന്നെ മാറ്റാൻ അവന് യാതൊരു പ്രയാസവുമില്ല. ഒരു വിഗ്രഹത്തിന് മുന്നിലോ ഒരു ഖബറിന് മുന്നിലോ കൈകൂപ്പി അല്ലെങ്കിൽ അതിനു നേരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവനാക്കി നിന്നെ മാറ്റാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെന്ത് പ്രയാസം. പടപ്പുകളെ, ലോകത്ത് കാണുന്ന കോടാനുകൂടി മനുഷ്യരെ നീ കാണുന്നില്ലേ? നിനക്കുള്ള ഹൃദയം തന്നെ അവർക്കുമുണ്ട്, നിനക്കുള്ള കണ്ണും കാതും കൽബും അവർക്കുമുണ്ട്. പക്ഷേ ഹിദായത്ത് അള്ളാഹുവിൻ്റെ പക്കനാണ്. ഫദ്ലൻ മിനല്ലാഹ് വ നിഅമ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീമാണ്, അവനറിയാം, ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. ആർക്കാണ് ഇത് നൽകേണ്ടത്, എവിടെയാണ് ഇത് യോജിക്കുന്നത് റബ്ബിനറിയാം. നീ ഒരു അമൂല്യമായ മുത്ത് കൊണ്ടുപോയി വിസർജ്യങ്ങളിൽ, നജസുകളിൽ കൊണ്ടുപോയി കളയുകയില്ലല്ലോ. അത് ഹിക്മത്താണ്, ബുദ്ധിയാണ്. മുത്തും പവിഴവും വിലയേറിയ രത്നങ്ങളും വെക്കേണ്ട സ്ഥലമുണ്ട്, മാലിന്യങ്ങൾക്ക് അതിൻ്റെ സ്ഥലമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ അമൂല്യമായ രത്നങ്ങളെക്കാൾ വിലയേറിയ ഹിദായത്ത് അത് വൃത്തികെട്ടിടങ്ങളിൽ, വൃത്തികെട്ട ഹൃദയങ്ങളിൽ അള്ളാഹു കൊണ്ടുവെക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു ഹിദായത്ത് തന്നിട്ടുണ്ടോ അതിൽ ശുക്ർ കാണിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ ബുദ്ധിയോടെ അറിവോടെ നിലകൊള്ളുന്നതോടൊപ്പം അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ യഥാർത്ഥ പാതയിൽ നിലകൊള്ളാൻ തൗഫീഖ് ചെയ്യും എന്നു മാത്രമല്ല, ഈ ദീനിനു വേണ്ടി തൻ്റെ അറിവ് കൊണ്ട്, തൂലിക കൊണ്ട് പോരാടാൻ, തൻ്റെ അറിവ് കൊണ്ട് പോരാടാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് ഏകി. അദ്ദേഹം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരിൽ സായുധമായി മുസ്ലിം സൈന്യത്തോടൊപ്പം പോരാടിയ ചരിത്രമുള്ള പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. അതോടൊപ്പം കുഫറിൻ്റെ, ബിദ്അത്തിൻ്റെ കക്ഷികൾക്കെതിരിൽ തൻ്റെ അറിവ് കൊണ്ട് പോരാടിയ മഹാനായ പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു വിഷയത്തിലാണ്, അഖീദയിലാണ്, ഇസ്ലാമിക വിശ്വാസത്തിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പോരാടി. തർത്താരികൾ മുസ്ലിം
സമൂഹത്തെ ആക്രമിച്ച കാലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ കൂടെ അവർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തു എന്നാണ്. അതുപോലെ ഇസ്ലാമിക ഭരണാധികാരികളെ പോയി കണ്ട്, മിസ്റിലും മറ്റും ആ കാലത്തുണ്ടായിരുന്ന ഭരണാധികാരികളെ പോയി കണ്ട് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ഈ കക്ഷികളോട് പോരാടേണ്ടതിൻ്റെയും ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഫദ്ൽ പറഞ്ഞ ആയത്തുകൾ അദ്ദേഹം മുസ്ലിം സൈന്യങ്ങൾക്കിടയിൽ പോയി ഓതിക്കൊടുത്തു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഈ അതിശക്തരായ താർത്താരികൾക്കെതിരിൽ ഇബ്നു തൈമിയ്യ ജീവിക്കുന്ന കാലത്ത് വിജയം വരെ നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ വിജയം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കൂ, ഈ രൂപത്തിൽ അത്ഭുതകരമായ ജീവിതം നയിച്ച പണ്ഡിതനാണ് അദ്ദേഹം. നോക്കൂ, അള്ളാഹു ബറക്കത്ത് നൽകിയ ഒരു ഉമറിൻ്റെ ആയുസിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ. എന്നാൽ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജീവിതം അത് ചുവന്ന പരവതാനി വിരിച്ചതോ പൂക്കൾ വിരിച്ചതോ ആയിരുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ യഥാർത്ഥ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അവൻ പരീക്ഷിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെയാണ് അള്ളാഹു ഏറ്റവും കഠിനമായി പരീക്ഷിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസൽ ഫൽ അംസൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പരീക്ഷിക്കപ്പെടുക അള്ളാഹുവിൻ്റെ നബിമാരാണ്. ഏറ്റവും കഠിനമായ പരീക്ഷണം നേരിടുക അള്ളാഹുവിൻ്റെ നബിമാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നെ അവരെ പോലെയുള്ളവർ. അള്ളാഹുവിൻ്റെ നബിമാർക്ക് എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. ആ നബിമാരുടെ അനുയായികൾക്കും ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അഖീദയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ യഥാർത്ഥ വിശ്വാസത്തിലല്ലാതിരുന്ന ആളുകൾ, ആ തെറ്റായ വിശ്വാസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഇബ്നു തൈമിയ്യയുടെ എതിരാളികളായി മാറി. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ എതിരിൽ അവർ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു പരത്തി. ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ്. ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു വരുത്തി ഇബ്നു തൈമിയ്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ പുണ്യമില്ല എന്ന് പറയുന്ന ആളാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്ന ആളാണ്. എന്നിങ്ങനെയൊക്കെയുള്ള കളവുകൾ പറഞ്ഞു പരത്തി. എന്ന് മാത്രമല്ല, ഭരണാധികാരികൾക്ക് ഈ ഫിത്ന അവർ എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ, സുൽത്താൻമാർ, ആ കാലത്തെ സുൽത്താൻമാർ പലപ്പോഴും ഇബ്നു തൈമിയ്യയെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ 7 തവണ ജയിലിൽ അടക്കപ്പെട്ടു. 7 തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. ഈ പലതവണയായുള്ള ജയിൽവാസം എടുത്തു നോക്കിയാൽ ഏതാണ്ട് 5 വർഷക്കാലം വരുമെന്നാണ്. പലതവണയായി അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ട കാലം എടുത്തു നോക്കിയാൽ 5 വർഷം വരും. എന്നാൽ ജയിലറ ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ചിടത്തോളം റബ്ബുമായി ഒറ്റക്കാവാൻ, അതുപോലെ ഇൽമിൽ മുഴുകാനുള്ള അവസരമായിട്ടാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ധാരാളം ഗ്രന്ഥങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. എവിടെ വെച്ച്? ജയിലിൽ വെച്ച്. അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ എതിരാളികൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം എൻ്റെ സ്വർഗം അതെൻ്റെ ഹൃദയത്തിനാണ്, എൻ്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിനാണ്. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ടൊരു മുഅ്മിനിന് ഈ ലോകത്ത് ലഭിക്കുന്ന സന്തോഷമാണ്. ആ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട്, റബ്ബിലുള്ള പ്രതീക്ഷ കൊണ്ട്, അവനോടുള്ള സ്നേഹവും അവനിലുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും കൊണ്ട്, അവനെ സ്മരിക്കുന്നതിലൂടെ റബ്ബുമായി ലഭിക്കുന്ന അടുപ്പം കൊണ്ട് ഒരു മുഅ്മിൻ ഈ ലോകത്ത് തന്നെ സ്വർഗത്തിലാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പുണ്യവാന്മാർ നഈമിലാണ്, സുഖാഡംബരങ്ങളിലാണ്, സുഖാനുഭൂതിയിലാണ്. എവിടെ? ഫിദ്ദുന്യ വഫിൽ ബർസഖ് വഫിൽ ആഖിറ. ഈ ലോകത്തും ഖബറിലും അതുപോലെ മഹ്ശർ പരലോകത്തും അവർ യഥാർത്ഥത്തിൽ നഈമിലാണ്. അള്ളാഹു തയ്യിബത്തായ ജീവിതം അവർക്ക് നൽകും. വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം. വൃത്തികേടിൻ്റെ ആളുകൾ ജഹീമിലാണ്, അവർ നരകത്തിൻ്റെ തീച്ചൂളയിലാണ്, നരകിക്കുകയാണ് അവർ ഈ ലോകത്ത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന്, തൗഹീദില്ലാത്തവന് അവനെന്ത് സുഖമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. തൻ്റെ പ്രയാസങ്ങളിൽ കരഞ്ഞു തേടാൻ, കൈകൾ ഉയർത്താൻ, ആവലാതി പറയാൻ, സുജൂദിൽ കിടന്ന് കണ്ണുനീർ വാർക്കാൻ
റബ്ബിൽ വിശ്വാസമില്ലാത്തവന് അവൻ്റെ ജീവിതം എന്ത് ജീവിതമാണ്? അതെന്ത് ജീവിതമാണ്? ചിന്തിച്ചു നോക്കൂ. അള്ളാഹുൽ വിശ്വാസമില്ലാത്തവരുടെ ജീവിതം, അള്ളാഹുൽ പങ്കുചേർത്തവൻ്റെ ജീവിതം, ആരോട് തൻ്റെ ആവലാതി പറയണമെന്നറിയാതെ, ആരെ തൃപ്തിപ്പെടുത്തണമെന്നറിയാതെ, ആരുടെ കോപവും കുരുത്തക്കേടുമൊക്കെയാണ് എനിക്ക് ബാധിക്കുക എന്ന വെപ്രാളത്തിൽ ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതം എന്ത് സമാധാനമാണ് അതിലുള്ളത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ അതിലാണ് സമാധാനമുള്ളത്. അല ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, തത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ലാഹ് എന്ന് പറഞ്ഞതുപോലെയല്ല, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ്. നീ അള്ളാഹുവിനെ യഥാവിധി സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മസലുല്ലദീ യദ്കുറു റബ്ബഹ് വല്ലദീ ലാ യദ്കുറു റബ്ബഹ് കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ്റെയും അള്ളാഹുവിനെ സ്മരിക്കാത്തവൻ്റെയും ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാരെ പോലെ അഷ്റഹുന്നാസി സദ്റൻ, ജനങ്ങളിൽ ഏറ്റവും വിശാലമായ നെഞ്ചകമുള്ളവർ മറ്റാരുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു അനുഗ്രഹമായി എണ്ണി പറഞ്ഞത് എന്താണ്? അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ നെഞ്ചിന് നാം വിശാലത നൽകിയില്ലേ? ഇമാം ഇബ്നുൽ ഖയ്യിം ജാദുൽ മആദ് എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, നിനക്ക് ഏറ്റവും ഹൃദയ വിശാലത ലഭിക്കണോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നീ ഏറ്റവും അറിയുകയും നബി ഏറ്റവും പിൻപറ്റുകയും ചെയ്യുക. എങ്കിലാണ് നിനക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഹൃദയ വിശാലതയുടെ നസീബ്, അതിൻ്റെ ഓഹരി നിനക്ക് ലഭിക്കുക അപ്പോഴാണ്. അതുകൊണ്ട് നോക്കൂ, ഈ പ്രയാസങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അവനെ ഭയപ്പെടുന്ന, അവൻ്റെ സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പമായി മാറും. മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ കുരിശിലേറ്റുമെന്ന് ഭീഷണി നേരിട്ട് അങ്ങനെ അനുഭവിക്കേണ്ടി വന്ന സാഹിറുകൾ, മുഅ്മിനീങ്ങളായവർ ഫിറഔന്റെ ഭീഷണി കേട്ടപ്പോൾ പറഞ്ഞത് ലാ ദൈർ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഒരു കുഴപ്പവുമില്ല, നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് പോകേണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്, വാക്ക് പറയാൻ അവരെ പ്രാപ്തരാക്കിയത് എന്താണ്? അള്ളാഹുവിലുള്ള ഈമാനും അവനുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും അവനെക്കൊണ്ടുള്ള ഉൻസുമാണ്. അഥവാ അവനെക്കൊണ്ടുള്ള കൂട്ട്. അവനിൽ നകന്നവനാണ് യഥാർത്ഥത്തിൽ വഹ്ശത്തിൽ, ഒറ്റപ്പെടലിൽ, ഏകാന്തതയിൽ അകപ്പെട്ടവൻ ആരാണ്? റബ്ബിൽ നകന്നവനാണ്. റബ്ബിലേക്ക് നീ അടുത്താൽ നീ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല, ഒരിക്കലും നീ ഒറ്റപ്പെട്ടവനാകില്ല. നിൻ്റെ കൂടെ റബ്ബുണ്ട്. അള്ളാഹു നിൻ്റെ കൂടെയുണ്ട് എങ്കിൽ നിനക്ക് എന്താണ് നഷ്ടപ്പെടുക? അള്ളാഹു നിൻ്റെ കൂടെ ഇല്ല എങ്കിൽ എന്താണ് നിനക്കിനി കിട്ടാൻ പോകുന്നത്? എന്താണ് പിന്നെ നിൻ്റെ കൂടെ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിയുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഈ പണ്ഡിതന്മാർക്ക് ജയിലറകൾ പ്രയാസമായിരുന്നില്ല. അവരത് അവസരമാക്കി എടുക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇങ്ങനെ അദ്ദേഹം കിതാബുകളിൽ അതുപോലെ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണത്തിൽ മുഴുകി ഈ കാലഘട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പോലും ഖുർആൻ തഫ്സീറിൽ അത്ഭുതകരമായ വിജ്ഞാനമുള്ള ഖുർആനിലെ അറിവിൻ്റെ നിധികൾ നമുക്ക് പകർന്നു തരുന്നതിൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വാക്കുകൾ, അതിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഖുർആൻ്റെ തഫ്സീറിനെ കുറിച്ചുള്ള വാക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. അവർക്ക് ഖുർആൻ്റെ തഫ്സീറുള്ള അറിവ് പണ്ഡിതന്മാർ, അവരല്ലാത്ത പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അത്രയും പ്രസിദ്ധമാണ്. എന്നിട്ട് പോലും ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ്, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ഇതിനേക്കാൾ എൻ്റെ മുഴുവൻ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ കിതാബിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. ഈ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ പറയുകയുണ്ടായി, അദ്ദേഹം 11 അല്ലെങ്കിൽ അതിലധികമോ ഏതാണ്ട് അത്രയും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഇതേപോലെ കേട്ടിട്ടുണ്ട്. എന്ത് അവർ അവസാന കാലത്ത് പറയണത്, ഞാൻ കുറച്ചുകൂടി എൻ്റെ എല്ലാ പഠനവും എൻ്റെ എല്ലാ ശ്രമവും ഏത് വിഷയത്തിലാക്കിയിരുന്നെങ്കിൽ ഖുർആനിലാക്കിയിരുന്നെങ്കിൽ, അതിൻ്റെ തഫ്സീറിൽ, അതിൻ്റെ അത് നൽകുന്ന അറിവിൻ്റെ നിധികളിലാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു എന്നാണ്. അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ കിതാബ്. കാരണം അള്ളാഹുവിൻ്റെ കിതാബിലെ വിജ്ഞാനമാണ് ഇതെല്ലാം. ബാക്കിയെല്ലാം, എല്ലാ വിജ്ഞാനങ്ങളും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ വിശദമായോ ചുരുങ്ങിയോ പ്രതിപാദിക്കപ്പെടാത്ത ഒരു മതവിജ്ഞാനവുമില്ല, ഒന്നുമില്ല. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും ഫലാ തഅഖിലൂൻ. അള്ളാഹു ഇതാ ഈ കിതാബ് നാം നിങ്ങൾക്ക് നിങ്ങളുടെ
ദിക്ർ, നിങ്ങളുടെ അഭിജാത്യവും അഭിമാനവും അന്തസ്സും ഏതിലാണുള്ളത് ആ കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു. ഫലാ തഅഖിലൂൻ, ഇതിൽ അള്ളാഹു എല്ലാം യഥാർത്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാണ്, ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചനകളിലൂടെ. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബിൽ അഗാധമായ വിജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു. അദ്ദേഹം അവസാന തവണ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ജയിൽവാസം അദ്ദേഹത്തിനൊരല്പം കഠിനമായിരുന്നു. എന്തുകൊണ്ടാണ്? അവസാനത്തെ തവണ അവർ അദ്ദേഹത്തിന് കിതാബുകളോ എഴുതാനുള്ള സംവിധാനങ്ങളോ ഒന്നും നൽകാതെ മുടക്കുകയുണ്ടായി. അതും കൂടി തടസ്സപ്പെടുത്തി. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അതോടെ എന്ത് ചെയ്തു? പരിപൂർണമായും ഖുർആനിലേക്ക് തിരിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ഓതുക, പൂർത്തീകരിക്കുക, ഖത്മ് ചെയ്യുക. അങ്ങനെ ജയിലിലാണ്, ദിമഷ്കിൽ, ദമസ്കസിലെ ജയിലിലാണ് ഹിജറ 728 8-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിൽ ഹിജറ 728 ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ദിമഷ്കിലെ ജയിലിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ആൾ പറയുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഖത്മ് ചെയ്തുകൊണ്ടിരുന്നു, 40 അല്ലെങ്കിൽ അതിലധികമോ തവണ. അങ്ങനെ ഒടുവിൽ സൂറത്തുൽ ഖമർ പാരായണം ചെയ്യുകയും അതിൻ്റെ അവസാനത്തെ ആയത്ത് ഓതുകയും ചെയ്തിട്ടാണ് ഇബ്നു തൈമിയ്യ മരണപ്പെട്ടത് എന്നാണ്. സൂറത്തുൽ ഖമറിലെ അവസാന ആയത്തുകൾ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച, തഖ്വയോടെ ജീവിച്ച ആളുകൾ, ഫീ ജന്നാത്തിൻ വനഹർ, അവർ സ്വർഗീയ അരുവികളിലും സ്വർഗത്തോപ്പുകളിലുമാണ്. ഫി ജന്നാത്തി വനഹർ ഫി മഖ്അദി സിദ്ഖിൻ, സിദ്ഖിൻ്റെ മഖ്അദിൽ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ, ഇൻദ മലീകി മുഖ്തദിർ, അള്ളാഹുവിൻ്റെ അരികിൽ, മലീക്കും മുഖ്തദിറുമായ അള്ളാഹുവിൻ്റെ അരികിൽ, മലീഖ് അഥവാ രാജാതിരാജനായ, മുഖ്തദിർ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അരികിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണവർ മുത്തഖീങ്ങൾ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പാരായണം ചെയ്ത് മരണപ്പെട്ടത് എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ആയത്തിൽ പറഞ്ഞ സ്ഥാനം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നൽകി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വിജ്ഞാനീയങ്ങൾ മുസ്ലിം ഉമ്മത്തിന് പകർന്ന് നൽകി അദ്ദേഹത്തെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ മഹാനായ പണ്ഡിതനെയും നമ്മെയും നമ്മുടെ എല്ലാം നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജനാസയിൽ ആ കാലത്ത് നോക്കണം, വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇന്നത്തെ അതിവേഗം മെസ്സേജുകൾ അയക്കാനും കൈമാറാനുമുള്ള സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ജനാസയിൽ 2 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ്. ഒരാളും ആ ജനാസയിൽ നിന്ന് മാറി നിന്നില്ല എന്നാണ്. സകല മുസ്ലിമീങ്ങൾ ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്നു എന്നാണ്. 2-3 പേരൊഴിച്ച് എല്ലാവരും വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് പറയപ്പെടുന്നത് ഷെയ്ഖുൽ ഇസ്ലാമിനെ വല്ലാതെ ഉപദ്രവിച്ച ആളുകളായിരുന്നു. അതിൽ പോയാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉപദ്രവം അവർ പേടിച്ചു എന്നാണ്. ഇത്രയും ജനങ്ങൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ജീവിതകാലത്ത് ജയിലിലകപ്പെട്ട ഭരണാധികാരികളുടെ അരികിൽ വലിയ സ്ഥാനമില്ലാതിരുന്ന ആളുകൾ, ഈ പണ്ഡിതന് മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിൽ എത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണത്. ഈ കണ്ട വാർത്താവിനിമയ സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത അത്രയും ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജനാസയിൽ പങ്കെടുത്തു എന്നത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ കിതാബുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവരുടെ കിതാബുകളും ഷെയ്ഖുൽ ഇസ്ലാം എന്തായിരുന്നു എന്നത് അറിയിച്ചുകൊണ്ട് അറിവിൻ്റെ ബറക്കത്തായി ഇന്നും നിലനിൽക്കുന്നു. ഈ ഇത്രയും നൂറ്റാണ്ടുകൾ, 7 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഏതാണ്ട് 1000 കിതാബുകൾ വരുമെന്നാണ്. 1000 ഗ്രന്ഥങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇതിൽ പലതും ഇന്ന് ലഭ്യമല്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ള കിതാബുകൾ അത്രയും കിതാബുകൾ ഉണ്ട് എന്നറിഞ്ഞത്? കാരണം പല കിതാബുകൾ ലഭ്യമായ പല കിതാബുകളും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഇന്ന കിതാബിൽ എന്ന് പരാമർശമുണ്ട്. ഇബ്നു തൈമിയ്യയുടെ തന്നെ പല കിതാബുകളിലും അദ്ദേഹത്തിൻ്റെ വേറെ കിതാബുകളെ കുറിച്ച് പരാമർശമുണ്ട്, ശിഷ്യന്മാരുടെയും. അതുപോലെ പിൽക്കാലത്ത് അഥവാ
ഇബ്നു തൈമിയയുടെ അത്രയും കാലം അല്ല, അതിനിടയിലുള്ള കാലത്തെ കിതാബുകൾ, അദ്ദേഹത്തിൻ്റെ പല കിതാബുകളെക്കുറിച്ച് പരാമർശമുണ്ട്. പക്ഷെ ഇന്നത് ലഭ്യമല്ല. ധാരാളം കിതാബുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ. അങ്ങനെ പലതവണ പല പണ്ഡിതന്മാർക്കും അത് സംഭവിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇടക്കാലത്ത് കാണാതെ ചിലപ്പോൾ ചില കൈയെഴുത്തു പ്രതികളും മറ്റും കണ്ടെടുക്കാറും എന്നിട്ടത് പ്രസിദ്ധീകരിക്കപ്പെടാറും ഒക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്ലാമിൽ പണ്ഡിതന്മാരുടെ, അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കിതാബുകളാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനു പോലും മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വരുന്ന വൈജ്ഞാനിക ലോകത്ത് അനുവർത്തിച്ചു വരുന്ന ചില രീതികളും മര്യാദകളുമുണ്ട്. തോന്നിയതുപോലെ എന്ത് ചെയ്യില്ല, ഒരു പണ്ഡിതൻ്റെ കിതാബ് അടിച്ച് പ്രചരിപ്പിക്കുകയില്ല. പിന്നെയോ അത് സ്ഥാപിക്കപ്പെടണം, അദ്ദേഹത്തിൻ്റെ തന്നെ ആണ് എന്ന്. അത് സ്ഥാപിക്കാൻ പല രീതികളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ കിതാബുകൾ അതേക്കുറിച്ച് പരാമർശം ഉണ്ടാവുക, അതൊരു രീതിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കിതാബുകളിൽ അതേക്കുറിച്ച് പരാമർശം ഉണ്ടാവുക. കൈയെഴുത്ത് പ്രതികൾ കണ്ടെടുക്കപ്പെടുക, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റേത് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കാലം കൊണ്ട് ഇത്ര അകലെയല്ലാത്ത കുറേ മുമ്പുള്ള കൈയെഴുത്ത് പ്രതികൾ. അതുകൊണ്ട് അറബിയിൽ അറിയപ്പെട്ട കിതാബുകൾ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ആമുഖത്തിൽ ഇതേക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ കാണാം. കൈയെഴുത്ത് പ്രതികളുടെ പല പേജുകളുടെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുത്തത് കാണാം. ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കൈയെഴുത്ത്, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത് ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യാൽ എഴുതിയ എഴുത്ത് എന്ന് പറഞ്ഞാൽ കിതാബ് മുഴുവനല്ല, ചില ഭാഗങ്ങൾ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പല രീതികളുണ്ട് ഇസ്ലാമിൽ കിതാബുകൾ പ്രസിദ്ധീകരിക്കാൻ പോലും. ഹദീസോ അല്ലെങ്കിൽ ഖുർആനോ പ്രസിദ്ധീകരിക്കുന്നതിന് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കർശനമായ നിയമങ്ങൾക്ക് പുറമെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കിതാബുകൾക്ക് പോലും ഇങ്ങനെ മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വരുന്ന വൈജ്ഞാനിക രീതിയുണ്ട്. ഈ ദീൻ എത്രമാത്രം വൈജ്ഞാനികമായി കെട്ടുറപ്പുള്ളതാണെന്നും തെളിവുകളുടെ പിൻബലമുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ദീൻ പോലെ വേറൊരു ദീനില്ല. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ പറയാറുണ്ട്, അതായത് ഇൽമുൽ ജർഹ് വ തഅദീൽ, അതുപോലെ ഇൽമുർ റിവായ, ഇൽമുൽ ഇസ്നാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സനദ്. ഇമാം ബുഖാരി പറഞ്ഞു, ഇമാം ബുഖാരിയോട് ഇന്നയാൾ പറഞ്ഞു, ഇമാം ബുഖാരിയോട് ഇന്നയാളെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സനദ്. ആ സനദിലെ ഓരോരുത്തരെ കുറിച്ചുമുള്ള കിതാബുകൾ. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലല്ലാതെ പഴയകാല ഉമ്മത്തുകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. യഹൂദികൾക്കോ നസ്രാനികൾക്കോ ഇങ്ങനെ ഒരു രീതിയില്ല. അവർക്ക് അവരുടെ നബി വരെ എത്തുന്ന സനദ് അവരുടെ വക്കലില്ല. മനസ്സിലായില്ല? ആ നബിയുടെ വാക്ക് നോക്കൂ, നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, അത് നമ്മുടെ കയ്യിലുള്ളത് എങ്ങനെയാണ്? കൃത്യമായ പരമ്പരയോടെയാണ്. മനസ്സിലായില്ലേ? കൃത്യമായ ഇത് ആര് കേട്ടു, ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, എന്നിട്ട് ഒരു പണ്ഡിതൻ അത് രേഖപ്പെടുത്തി, അദ്ദേഹം രേഖപ്പെടുത്തിയതാണോ ഇത്, അത് തെളിയിക്കാനും സ്ഥാപിക്കാനും വേറെയും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുവർത്തിച്ചു വരുന്ന രീതികളുമുണ്ട്. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വരുന്നവനും പോകുന്നവനും എന്തെങ്കിലും എഴുതി ചേർത്തതോ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഒന്നുമല്ല, തെളിവിൻ്റെ ദീനാണ്. അബ്ദുല്ലാഹ് മുബാറക് റഹിമഹുല്ലാ എന്ന തബഉതാബിയങ്ങളിൽപ്പെട്ട മഹാൻ പറഞ്ഞതുപോലെ, അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ഈ ഇസ്നാദ് ദീനിൻ്റെ ഭാഗമാണ്, സനദ്. അതില്ലായിരുന്നുവെങ്കിൽ തോന്നിയവനൊക്കെ തോന്നിയത് പറഞ്ഞേനെ. വരുന്നവനും പോകുന്നവനൊക്കെ ഇങ്ങനെ പറയാം, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു, എന്തുകൊണ്ടാണ് നിങ്ങളിത് ഇങ്ങനെ ഒരു ആചാരം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു മഹാൻ പണ്ട് വന്നിരുന്നു, അദ്ദേഹം ഇങ്ങനെ ചെയ്തിരുന്നു, അതാണ് ഐതിഹ്യം. ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമിൽ തെളിവാണ്. ചോദിക്കും, ഇതിന് തെളിവെവിടെ? കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ? അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങൾ തെളിവ് കൊണ്ടുവരും. ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. സൂറത്തുൽ അഹ്ഖാഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഒരു അസാറത്ത് കൊണ്ടുവരൂ, ഇൽമിൻ്റെ ഒരു അസാറത്ത് കൊണ്ടുവരൂ. ആയത്തിൻ്റെ തഫ്സീർ നമുക്ക് കാണാം, ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. അഥവാ പരമ്പരയുള്ള ഒരു രേഖ കൊണ്ടുവരൂ നിങ്ങളുടെ ദീനിന്, ഷിർക്കിന്, കുഫറിന്. അള്ളാഹു ചോദിക്കാൻ ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നമ്മുടെ ദീനിനെക്കുറിച്ച് അഭിമാനമുള്ളവരും ഈ ദീൻ പഠിക്കാൻ ശ്രമിക്കേണ്ടവരുമാണ്. ഇതുപോലെ ഖണ്ഡിതമായ വേറെ ഏത് വിജ്ഞാനമുണ്ട്? ദുനിയാവിൻ്റെ വിജ്ഞാനമാകട്ടെ മറ്റേത് വിജ്ഞാനമാകട്ടെ, ഈ ദീനിൻ്റെ വിജ്ഞാനം പോലെ കെട്ടുറപ്പുള്ള മറ്റേത് വിജ്ഞാനമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ ഞാൻ പറഞ്ഞു 1000-ഓളം കിതാബുകളുണ്ട്. അത് തന്നെ അതിൻ്റെ വോള്യങ്ങൾ എടുത്തു നോക്കിയാൽ 500-ഓളം വോള്യങ്ങളുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? കാരണം 1000 കിതാബ് എന്ന് പറഞ്ഞാൽ 1000 പുസ്തകങ്ങളെന്നല്ല, ഇതിൽ പലതും ധാരാളം വോള്യങ്ങളുണ്ടാവും. 1000 കിതാബുകൾ എന്ന് പറഞ്ഞാൽ അത് 1000 2 ചട്ടക്കുള്ളിലുള്ള പുസ്തകങ്ങൾ എന്നല്ല, ഒരു കിതാബിന് ഒരുപാട് വോള്യങ്ങളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ 500-ഓളം വോള്യങ്ങളുണ്ട് എന്നാണ്. നോക്കൂ, അതിൽ ചിലതിൻ്റെ പേര് മാത്രം നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. വളരെ പ്രധാനപ്പെട്ട ചില കിതാബുകൾ. അതിലൊന്നാണ് ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ. ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ ധാരാളം വോള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബുദ്ധിയും ദീനിൻ്റെ പ്രമാണങ്ങളും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന് സ്ഥാപിക്കുന്ന കിതാബാണ് ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ. അഖ്ലും നഖലും തമ്മിൽ, ബുദ്ധിയും ദീനിൻ്റെ പ്രമാണങ്ങളും തമ്മിൽ വൈരുദ്ധ്യമില്ല, ഒരിക്കലും എതിരാവുകയില്ല. എതിരാകും എന്നത് ചിലരുടെ തോന്നൽ മാത്രമാണ്. തകരാർ അവരുടെ ബുദ്ധിക്കായിരിക്കും. ഖുർആനോ സുന്നത്തോ അതിനെതിരാണ് എന്നവർ പറയുകയാണ് എങ്കിൽ. മറ്റൊരു കിതാബാണ് ബയാനു തൽബീസിൽ ജഹ്മിയ. ബയാനു തൽബീസിൽ ജഹ്മിയ. ജഹ്മിയക്ക് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിച്ച കക്ഷികൾക്ക് മറുപടിയാണ്. മൂന്നാമത്തെ കിതാബാണ്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിൽ മൂന്നാമത്തേത്, മിൻഹാജു സുന്ന നബവിയ്യ ഫി നഖ്ദി കലാമി ഷിയഅത്തി വൽ ഖദരിയ്യ. പേരിലുള്ളതുപോലെ ഷിയകൾക്കും ഖദരിയാക്കൾക്ക് മറുപടിയാണ്, അവരുടെ വാദമുഖങ്ങൾ തച്ചുടക്കുന്ന കിതാബാണ്. അടുത്ത് നോക്കൂ, ജവാബ് സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്. ആർക്കുള്ള മറുപടിയാണ്? നസ്രാനികൾക്കുള്ള മറുപടിയാണ്. ജവാബ് സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്. മസീഹിൻ്റെ ദീൻ മാറ്റിമറിച്ചവർക്കുള്ള ശരിയായ മറുപടി. നോക്കൂ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നോക്കൂ, ഏതൊക്കെ മേഖലയിലാണ്. ഇസ്ലാമിനെതിരിൽ നിലകൊണ്ട ഒരു കക്ഷിയെയും ഷെയ്ഖുൽ ഇസ്ലാം വെറുതെ വിട്ടിട്ടില്ല. നോക്കൂ, അടുത്തത് അസ്സാരിമുൽ മസ്ലൂൽ അല ഷാതിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചവന്, നബിയെ ചീത്ത പറഞ്ഞവനെതിരിൽ ഊരിപ്പിടിച്ച വാൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അസ്സാരിമുൽ മസ്ലൂൽ അല ഷാതിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഫത്വ അൽ ഹമവിയ്യ. ഫത്വ അൽ ഹമവിയ്യ എന്ന ഷെയ്ഖുൽ ഇസ്ലാമിന് വളരെ അറിയപ്പെട്ട അഖീദയിലെ മനോഹരമായ ഗ്രന്ഥം. മുൻഗാമികളിൽ നിന്ന്, പഴയകാല പണ്ഡിതന്മാരിൽ നിന്ന് അഹ്ലുസുന്നത്തിൻ്റെ അഖീദയെ ഊട്ടിയുറപ്പിക്കുന്ന വാചകങ്ങൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുള്ള കിതാബാണ് അൽ അഖീദ അൽ ഹമവിയ്യ, അല്ലെങ്കിൽ അൽ ഫത്വ അൽ ഹമവിയ്യ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. അതുപോലെ റിസാല തദ്മുരിയ. റിസാലത്തു തദ്മുരിയ അഖീദയിലാണ്. വാസത്തിയ പോലെ ഉള്ള ഈ വിഷയം തന്നെ പരാമർശിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ്. മറ്റൊന്ന് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ഫി മുഖാലഫത്തി അസ്ഹാബിൽ ജഹീം. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ഫി മുഖാലഫത്തി അസ്ഹാബിൽ ജഹീം. അതുപോലെ മനോഹരമായ ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ് റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അഅലാം. റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അഅലാം. എന്താണ് ആ കിതാബിൻ്റെ ഉള്ളടക്കം? 4 ഇമാമിങ്ങൾ, അവരെ പോലെയുള്ള മുൻഗാമികളായ ഇമാമിങ്ങൾ, ചില ആളുകൾക്ക് സംശയമുണ്ടാകും, എന്തേ അവരുടെ വാക്കുകൾ വേറെ വേറെയായി, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി? ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അവർക്ക് യാതൊരു കുറ്റവുമില്ല. അവർക്ക് തെളിവ് കിട്ടിയത് എന്താണോ അതാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കുന്ന, നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ് പണ്ഡിതന്മാരുടെ വാക്കുകൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. 10ാമതായി ഒരു കിതാബിൻ്റെ പേര് കൂടി പറഞ്ഞ് നമ്മൾ ഈ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബുകളുടെ പേര് പറയുന്ന ഭാഗം അവസാനിപ്പിക്കാം. അസ്സിയാസത്തു ശർഇയ്യ ഫി ഇസ്ലാഹി റാഇ വറഇയ്യ. കിതാബിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ശർഇയായ ശരിയായ ദീനിൻ്റെ രാഷ്ട്രീയം എന്താ, ഫി ഇസ്ലാഹി റാഇ വറഇയ്യ, ഭരണാധികാരിയും അതുപോലെ ഭരണീയരും അവരുടെ നന്മയുടെ കാര്യത്തിൽ. നോക്കൂ, ഇതാണ് കിതാബുകൾ. ഇനി നോക്കൂ, ഒരു പണ്ഡിതൻ്റെ ബാക്കി പത്രം, അദ്ദേഹം വെച്ചുപോകുന്ന ബറക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം എഴുതുന്ന കിതാബുകൾ മാത്രമല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. കാരണം കിതാബുകളിൽ അത് എഴുതി വെച്ചുവെങ്കിൽ ഇത് ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആരാണ്? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ തന്നെ മതി അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അറിയാൻ. അതിൽ നോക്കൂ, ആദ്യം പറയാവുന്ന പണ്ഡിതന്മാർ, ആദ്യം എണ്ണാറുള്ള മഹാനായ പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാഹ്. ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ച്
ഇബ്ൻ ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയ ഷാഫിഈ മദ്ഹബുകാരനായ ഇബ്ൻ ഹജർ അസ്ഖലാനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പിൽക്കാലത്ത് വന്ന ആളാണ്. അദ്ദേഹം പിൽക്കാലത്ത് ആണ് വന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദുററുൽ കാമിന എന്ന് പറയുന്ന 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥമുണ്ട്, അദ്ദുററുൽ കാമിന എന്ന് തുടങ്ങുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം ധാരാളം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി. അതിൽ ഏറ്റവും കൂടുതൽ പേജുകൾ അദ്ദേഹം മാറ്റി വെച്ചത് ഇബ്ൻ തൈമിയുടെ ചരിത്രം പറയാണ്. ആര്? ഇബ്ൻ ഹജർ അസ്ഖലാനി. അതുപോലെ ഇബ്ൻ തൈമിയെ മോശമായി പറഞ്ഞ ആളുകൾക്ക് എതിരിൽ ഇബ്ൻ ഹജർ സംസാരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഇബ്ൻ തൈമിയുടെ ശ്രേഷ്ഠതയായി ഇബ്ൻ ഖയ്യിം എന്ന ശിഷ്യൻ തന്നെ ധാരാളമാണ്. ഇബ്ൻ തൈമിയയുടെ ശ്രേഷ്ഠതയായി ഇബ്ൻ ഖയ്യിം എന്ന ശിഷ്യൻ മാത്രം മതി, വേറൊന്നും വേണ്ടതില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം, അതുപോലെ ഇബ്നു അബ്ദുൽ ഹാദി, ഇമാം ഇബ്നു അബ്ദുൽ ഹാദി തൗഹീദിനു വേണ്ടി ധാരാളം രചിച്ചിട്ടുള്ള, തൗഹീദിന് എതിരായി സംസാരിച്ചവർക്ക് മറുപടി പറഞ്ഞിട്ടുള്ള, ഹദീസിൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്ന ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ. അതുപോലെ ഹാഫിദ് ദഹബി, നേരത്തെ നമ്മൾ പരാമർശിച്ച മുഹമ്മദ് ദഹബി, ഇമാം മിസ്സി, ഇബ്ൻ കഥീർ മുഫസ്സിറായ മുഹദ്ദിസായ ഇമാം ഇബ്ൻ കഥീർ റഹിമഹുല്ലാ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ എത്രയോ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത പണ്ഡിതന്മാർ. ഇതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാമിൻ ബാക്കി വെച്ചു പോയ കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള പാഠമാണ് കഠിനമായ പരിശ്രമവും അതുപോലെ ക്ഷമയും ജീവിതത്തോടുള്ള വിരക്തിയും ഒക്കെ. അദ്ദേഹം ജീവിതത്തോട് വിരക്തി സുഹൃദ് കാണിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ അങ്ങേയറ്റം സബർ, ക്ഷമ അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. അവനവന് വേണ്ടി അവനവൻ്റെ കാര്യം വലുതാക്കാൻ ഞാൻ പറഞ്ഞത് എന്ന രൂപത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികളോട് അദ്ദേഹം പലപ്പോഴും അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം തന്നെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുഭവമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ കഠിനമായി ദ്രോഹിച്ച ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ ശിഷ്യന്മാരുടെ ഒരാൾ ഇബ്നു തൈമിയോട് ചെന്ന് ഇത് എന്തോ ഒരു സന്തോഷം പോലെ പറഞ്ഞു, നിങ്ങൾ എത്ര ദ്രോഹിച്ച ആൾ, നിങ്ങളെ കഥ കഴിഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഇബ്നു തൈമിയ ദേഷ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയ ആളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ട ആൾക്ക് പകരം നിങ്ങൾക്ക് ഞാനുണ്ട്, എന്താവശ്യത്തിനും എന്നെ വിളിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം നോക്കൂ, ഇത്ര കഠിനമായി ദ്രോഹിച്ച ആളുടെ വീട്ടിലാണ് ഈ പോയത്. ഇതെല്ലാം നോക്കൂ, അവനവന് വേണ്ടിയായത്, സ്വന്തം നഫ്സിൻ്റെ ഹള്ളിന് വേണ്ടി, അവനവൻ്റെ നഫ്സ് ജയിപ്പിക്കാൻ അല്ല, മറിച്ച് ഹക്ക് വിജയിക്കണം. അതാണ് യഥാർത്ഥ പണ്ഡിതന്മാരുടെ രീതി. നോക്കൂ, സാധാരണക്കാരായ ആളുകളാകട്ടെ, ആരാകട്ടെ, മതവിദ്യാർത്ഥികളാകട്ടെ, ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാൾ ഉപദേശിക്കുന്നു, നമ്മൾ ഉപദേശിക്കും, അവൻ ചെയ്യുന്നത് എതിർക്കുന്നു, അല്ലെങ്കിൽ അവൻ ദീൻ ലംഘിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ലല്ലോ, ആ രൂപത്തിലേക്കായി പോകരുത്. ദഅവത്തിൽ നമ്മുടെ നീയത്തിനെ മോശമായി ബാധിക്കുന്ന, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു രംഗമാണ്. നമുക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റബ്ബിനു വേണ്ടി അങ്ങനെ നീ ഉപദേശിക്കാൻ നിന്നാൽ നിനക്ക് റാഹത്തുണ്ടാവും മനസ്സിൽ, നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയില്ല, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ. കാരണം ഹക്കിനെ ഒരാൾ എതിർക്കുന്നെങ്കിൽ അവൻ എതിർക്കുന്ന യഥാർത്ഥത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബിയോട് പറഞ്ഞില്ലേ, നബിയെ അങ്ങേയല്ല അവർ എതിർക്കുന്നത്, അങ്ങേ അവല്ല അവർ നിഷേധിക്കുന്നത്, വലാകിന്ന ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണ് ഈ അക്രമികൾ നിഷേധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞതുപോലെ. നോക്കൂ, ഇബ്നു തൈമിയയുടെ ഈ വിജ്ഞാനം കൂടുതൽ പ്രചരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എതിർക്കപ്പെട്ടു എന്നു മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ കാലഘട്ടമുണ്ടായിരുന്നു, ഇബ്നു തൈമിയയുടെ പേരെങ്ങാനും ഉദ്ധരിച്ചാൽ ആൾ പിന്നെ ഉപദ്രവിക്കപ്പെടും. ഇബ്നു തൈമിയയുടെ കിതാബുകൾ വിലക്കപ്പെട്ടു. നിങ്ങൾക്കറിയുമോ, പല പണ്ഡിതന്മാരും, ഷാഫിഈ മദ്ഹബുകാരനായ തജ്രീദു തൗഹീദ് എന്ന ഗ്രന്ഥം എഴുതിയ മെഖരീസിയെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പേജുകൾ, അതുപോലെ തഹാവിയക്ക് വിശദീകരണം എഴുതിയ ഇബ്നു അബിൽ അസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവരുടെ കിതാബുകൾ പേജുകൾ ഇബ്നു തൈമിയയുടെ വാക്കുദ്ധരിക്കും, പേജുകൾ.
ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്ക് ഉദ്ധരിക്കും, പക്ഷെ പേര് കൊണ്ടൂല. ഇബ്നു തൈമിയുടെ പേര് പറയുകയില്ല. എന്തുകൊണ്ടാണത്? പേര് പറഞ്ഞാൽ പിന്നെ കിതാബ് ഉണ്ടാവില്ല, ആളുണ്ടാവില്ല, ഈ രൂപത്തിൽ ഉപദ്രവിക്കപ്പെടും. പേര് പറയാതെ അവരുടെ വാക്കുകൾ പേജുകൾ കണക്ക് ഉദ്ധരിച്ചു. ഇങ്ങനെ കാലമുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, ഈ കാലം നോക്കൂ, ഇതെല്ലാം മറികടന്നിട്ടാണ്, കവച്ചു വെച്ചിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിന് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പ്രചാരണം നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ഇഖ്ലാസോടെയാണ് പ്രയത്നിച്ചത്. നീ ഒരു തടസ്സവും നീ ഭയക്കേണ്ടതില്ല. അള്ളാഹു അഹ്ലുസുന്നത്തിൻ്റെ ദഅവത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, റബ്ബ് എത്തിക്കും. മനസ്സിലായില്ലേ? നിൻ്റെ ശബ്ദം എവിടെയും എത്തുന്നതായി നിനക്ക് തോന്നിയിട്ടില്ല എങ്കിലും അള്ളാഹു എത്തിക്കും. ചിലപ്പോൾ എൻ്റെ മരണത്തിന് ശേഷമായിരിക്കും, മരണത്തിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും. ഈ നാട്ടിലെ സൗദി അറേബ്യയിലെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇൽമ് കിതാബിലാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഇൽമ് ഈ രാജ്യം മുഴുക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പോലും ഇബ്നു തൈമിയയുടെ നന്മകളുടെ ഭാഗമാണ്. കാരണം ആ നന്മയാണ് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇബ്നു തൈമിയ ചെയ്ത നന്മ എന്താണ്? മുൻഗാമികളായ ഇമാമുമാരുടെ അറിവ് അദ്ദേഹം ആഴത്തിൽ പഠിക്കുകയും അത് ഏറ്റവും നല്ല രൂപത്തിൽ പിൽക്കാലക്കാരെ പഠിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല രൂപത്തിൽ അത് പിൽക്കാലക്കാരെ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ ചില ആളുകൾക്ക് നൽകുന്ന ശ്രേഷ്ഠതയാണത്, ചില നന്മകൾക്കുള്ള പ്രത്യേകമായ തൗഫീഖ്, ചില നന്മകൾക്കുള്ള പ്രത്യേകമായ തൗഫീഖ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പണ്ഡിതന്മാരെ പുകഴ്ത്തുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരെ നബിമാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടല്ല. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരാൾക്ക് നമ്മൾ എന്തു പറയുന്നില്ല? ഇസ്മത്ത്, തെറ്റിൽ നിന്നുള്ള സുരക്ഷിതത്വം, പാപ സുരക്ഷിതത്വം പറയുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇബ്നു തൈമിയ ആകട്ടെ ആരാകട്ടെ, മറിച്ച് അവരെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യുജില്ല കബീറന, നമ്മിലെ പ്രായമേറിയവരെ ബഹുമാനിക്കാത്തവനും, വയർഹം സഗീറന, നമ്മിലെ കുട്ടികളോട് റഹ്മത്ത് കാണിക്കാത്തവനും, വയഅരിഫ് ലിആലിമിന ഹഖ, നമ്മുടെ ആലിമിന്, ഈ ഉമ്മത്തിലെ ആലിമിന് അയാളുടെ അവകാശം വകവെച്ച് കൊടുക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ബാധ്യതയാണ് നിറവേറ്റുന്നത്. അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കളോടുള്ള ബഹുമാനവും സ്നേഹവും, അവരെ നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ, അബദ്ധം നമ്മൾ സ്വീകരിക്കുകയില്ല, പക്ഷെ അവരുമായി നമ്മൾ ബന്ധം മുറിക്കുകയില്ല. അവരുമായി നമുക്ക് ബന്ധമുണ്ട്, അവരോട് നമുക്ക് ബഹുമാനമുണ്ട്, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷെ അവരെക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് ഹക്കിനെയാണ്. അതുകൊണ്ട് അവർ വല്ല അബദ്ധവും പറഞ്ഞാൽ, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഉലമാക്കളെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും പ്രചരിപ്പിച്ച അതിനുവേണ്ടി നിലകൊണ്ട ആളുകളല്ല. അവർ ഹക്കിൻ്റെ ഉലമാക്കളല്ല. ഹക്കിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ ആലിമീങ്ങളിൽ ഏതെങ്കിലും ഒരു ആലിമിനൊരു അബദ്ധം പറ്റിയാൽ എന്തു ചെയ്യും? അത് അബദ്ധമാണെന്ന് മനസ്സിലായാൽ നമ്മൾ ആ അബദ്ധം മാറ്റിവെക്കും, അത് സ്വീകരിക്കുകയില്ല. അവരുമായുള്ള ബന്ധം നമ്മൾ ചേർക്കും. അവരുടെ വിജ്ഞാനത്തെ നമ്മൾ തകർത്തെറിയുകയില്ല. ആ വിജ്ഞാനത്തെ ഒന്നാകെ സ്വീകരിക്കാൻ പാടില്ല, തോട്ടിലെറിയണം എന്ന് നമ്മൾ പറയുകയില്ല. അതാണ് നമ്മുടെ ബാധ്യത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ബാക്കി എല്ലാവർക്കും ദീനിൻ്റെ കാര്യത്തിൽ തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റിയവരെ തള്ളാൻ എന്നാൽ ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങളാരാണ് ഇവർക്കൊക്കെ തെറ്റുപറ്റിയെന്ന് പറയാം? ഇമാം ഷാഫിഈക്ക് തെറ്റുപറ്റിയെന്ന് പറയാം, നിങ്ങളാരാണ്? ഇമാം അബൂ ഹനീഫക്ക് തെറ്റുപറ്റിയെന്ന് പറയാം, നിങ്ങളാരാണ് എന്ന് ചിലർ ചോദിക്കുന്നത് കാണാം. ഇബ്നു തൈമിയക്ക് തെറ്റുപറ്റിയെന്ന് പറയാം, നിങ്ങളാരാണ്? സുബ്ഹാനല്ലാഹ്, നമുക്കുള്ള മറുപടി അവർക്ക് തെറ്റുപറ്റിയെന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നെടുത്ത് പറഞ്ഞതല്ല, നമ്മൾ കണ്ടുപിടിച്ചതുമല്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വാദം, ഈ സംശയം അദ്ദേഹത്തിന് നേരെ ആളുകൾ ഉദ്ധരിച്ചപ്പോൾ, ഇത് പലരും പറയുന്ന കാര്യമാണ്, നിങ്ങൾ തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിച്ചു നോക്കൂ, അപ്പോൾ പലരും പറയുന്നത് കാണാം, അപ്പോൾ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റിയോ? അവരാ പറയുന്നതിൽ മറ്റൊരു ചതി കൂടിയുണ്ട്. എന്താണത്? ഇക്കണ്ട ഉലമാക്കളൊക്കെ ഇവരുടെ ശിർക്കും ഖുറാഫാത്തൊക്കെ പ്രചരിപ്പിച്ചവരാണ് എന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലും കൂടി അതിനുണ്ട്. അതൊരിക്കലും ശരിയല്ല, നമ്മളത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. മനസ്സിലായില്ല? അഖീദ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരുടെ ഇതും ഒന്നാണ്, ഒരൊറ്റ അഖീദയാണ് സകല ഇമാമിയങ്ങളുടെയും.
യാതൊരു വ്യത്യാസവുമില്ല. അബദ്ധം സംഭവിച്ചിട്ടുള്ളത് കേവലം മസ്അലകളിലാണ്, ഫഖഹിയായ മസ്അലകളിൽ. അതുപോലെ ഉസൂലുകളല്ലാത്ത, ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളല്ലാത്ത കാര്യങ്ങൾ, അതിനാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പം നോക്കൂ, അതിലേതെങ്കിലും ഒരു പണ്ഡിതൻ തെറ്റുപറ്റിയെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള വേറൊരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരമുള്ള പണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഹക്കാണ്. ഇപ്പോൾ നിങ്ങൾ പണ്ഡിതന്മാരെ തള്ളിയെന്ന് ചോദിച്ചാൽ, നീ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ അതിനെതിർ പറഞ്ഞ ഒരാളെ നീ സ്വാഭാവികമായി തള്ളേണ്ടി വരും. അപ്പോൾ ആ തള്ളുക എന്ന് പറയുന്നത് അവരുമായുള്ള ബന്ധം മുറിക്കലല്ല, മറിച്ച് ഹക്ക് സ്വീകരിക്കലാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് തെറ്റുപറ്റും എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. പണ്ഡിതന്മാർ ഹക്ക്, പണ്ഡിതന്മാർ സത്യം ഉണ്ടാക്കിയെടുത്തവരല്ല, പിന്നെയോ ആ സത്യം വെളിപ്പെടുത്തുകയും ജനങ്ങൾക്ക് പ്രചരിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അവരല്ല സത്യം ഉണ്ടാക്കി, ഹക്ക് ദീൻ ഉണ്ടാക്കിയെടുത്തു, പക്ഷെ മറിച്ച് അവർ പഠിപ്പിക്കുകയാണ്. ഇതാണ് സഹാബത്ത് തൊട്ട് സകലരുടെയും രീതി. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവർ തൊട്ട് പരിഗണനീയരായ പണ്ഡിതന്മാരുടെ ഒക്കെ രീതി ഇതാണ്. ആളുകൾക്ക് അബദ്ധം സംഭവിച്ചാൽ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, ഈ കിതാബിനെ കുറിച്ചുള്ള ഒരു ആമുഖം. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദർസിലേക്ക് അത് മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. وصلى الله وسلم وبارك وأنعم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.